മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ അനേകർ പലതരത്തിലുള്ള പാത്രങ്ങളെ പോലെയാണ്. ചിലർ ഉടഞ്ഞ പാത്രങ്ങളാണ്, നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവർ. ചിലർ നിന്ദാപാത്രങ്ങളാണ്, എപ്പോഴും മറ്റുള്ളവരുടെ നിന്ദകൾ സഹിക്കേണ്ടി വരുന്നവർ. ചിലർ പരിഹാസപാത്രങ്ങളാണ്, എന്നും പരിഹാസം ഏറ്റുവാങ്ങി ജീവിക്കുന്നവർ. എന്നാൽ ചിലർ മാനപാത്രങ്ങളാണ്. നാം ഉടഞ്ഞ പാത്രങ്ങളാണോ? ദാവീദിൻ്റെ ജീവിതം പലപ്പോഴും ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചുവെന്നും ദാവീദ് 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ വിലപിക്കുന്നതായി നാം കാണുന്നു. ദാവീദ് തള്ളപ്പെട്ട ഒരു ഉടഞ്ഞുപോയ പാത്രമായിരുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട ദാവീദിനെ യഹോവ അഭിഷേകം ചെയ്തു, രാജാവാക്കി. ദാവീദിൽ കൂടി രാജാതിരാജനായ യേശുവിനുള്ള സിംഹാസനം ദൈവം ഒരുക്കി. ബത്ശേബയെ സ്വന്തമാക്കാൻ ഊരിയാവിനെ കൊന്നു. വ്യഭിചാരക്കുറ്റവും കൊലപാതകക്കുറ്റവും ഒന്നിച്ചു ചെയ്തപ്പോൾ ദാവീദ് കോപപാത്രമായി മാറി. നാഥാൻ പ്രവാചകൻ പാപത്തെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് വീണ്ടും തകർന്നുടഞ്ഞ പാത്രമായി. എന്നാൽ സർവ്വലോകത്തിൻ്റെയും ശില്പിയായ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നുചെന്ന് താനാകുന്ന ഉടഞ്ഞ പാത്രത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മനോഹരമായ ഒരു പാത്രമായി ദാവീദ് പുറത്തു വന്നു. കൊച്ചുനാളിൽ പറഞ്ഞു കേട്ട ഒരു സംഭവ കഥ ഞാൻ ഓർക്കുന്നു. ഒരു കുശവൻ 10 പാത്രങ്ങൾ മെനഞ്ഞു വച്ചു, ഓരോന്നായി ചൂളയിൽ വച്ചു ചൂടാക്കി ബലമുള്ള മനോഹര പാത്രമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. 8 പാത്രങ്ങളെ ഈ പ്രോസസ്സിൽ കൂടി കുശവൻ കടത്തിവിട്ടു. നേരം വൈകിയതിനാൽ ബാക്കിയുള്ള 2 പാത്രങ്ങളെ ചൂളയിൽ പിറ്റേ ദിവസം കടത്തിവിടാമെന്ന് കരുതി കുശവൻ വീട്ടിൽ പോയി. അപ്പോൾ ബാക്കിയുള്ള 2 പാത്രങ്ങൾ തമ്മിൽ സംസാരിപ്പാൻ തുടങ്ങി. ഒന്നാമത്തെ പാത്രം രണ്ടാമത്തെ പാത്രത്തോട് പറഞ്ഞു, ഓ, എത്ര വലിയ വേദനയിലൂടെയാണ് നമുക്ക് മുൻപുള്ള സകല പാത്രവും കടന്നു പോയത്. എനിക്കിത് സഹിക്കാൻ പറ്റുകയില്ല. ഞാൻ തീയിലൂടെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട രണ്ടാമത്തെ പാത്രം പറഞ്ഞു, നാം തീയിലൂടെ കടന്നാലേ മനോഹരമായ ബലവത്തായ മറ്റുള്ളവർക്ക് ഫലപ്രദമായ പാത്രമായി രൂപാന്തരപ്പെടുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ് നാം യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുക. എന്നാൽ ഇതൊന്നും ഒന്നാമത്തെ പാത്രം ചെവിക്കൊണ്ടില്ല. പിറ്റേ ദിവസം കുശവൻ വന്നു രണ്ടാമത്തെ പാത്രത്തെ തീച്ചൂളയിൽ കടത്തിവിട്ടു. ബലവത്തായ ഒരു പാത്രമായി അത് പുറത്തു വന്നു. കുശവൻ ഒന്നാമത്തെ പാത്രം തീച്ചൂളയിൽ ഇടുവാനായി വന്നു. ഒന്നാമത്തെ പാത്രം കരഞ്ഞു പറഞ്ഞു, എന്നെ തീച്ചൂളയിൽ ഇടരുതേ, എനിക്കത് സഹിക്കാൻ പറ്റുകയില്ല. മനസ്സില്ലാ മനസ്സോടെ കുശവൻ ആ പാത്രത്തെ അങ്ങനെ തന്നെ നിർത്തി. 10 പാത്രങ്ങളെയും പറമ്പിൽ കുശവൻ നിരത്തി വെച്ചു. പെട്ടെന്ന് കാറ്റും മഴയും വന്നു. 9 പാത്രങ്ങളും മഴയെയും കാറ്റിനെയും അതിജീവിച്ചു. എന്നാൽ ഒന്നാമത്തെ മൺപാത്രത്തിന് കാറ്റിനെയും മഴയും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അത് ഉടഞ്ഞ് നാശമായി പോയി. ഇത് കേവലം ഒരു സാങ്കല്പിക കഥയാണെങ്കിലും ജീവിതത്തിൽ നാമും ഇങ്ങനെയല്ലേ? കുശവൻ്റെ കയ്യിലെ കളിമണ്ണായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കാറുണ്ടോ? ഏത് പാത്രമായി തീരണമെന്നുള്ളത് കുശവൻ്റെ ഹിതമാണ്. തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് മനോഹരമായ പാത്രമായി തീരുവാനാണ്. നമ്മെ ഉടയ്ക്കുന്നത് ചക്രത്തിന്മേൽ മെനയുന്നതിന് വേണ്ടിയാണ്. തീച്ചൂളയിലൂടെ കടത്തിവിടുന്നത് ബലം നൽകുവാനാണ്, കരുത്തേകുവാനാണ്. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത് വചനം. ഹന്ന ഒരു നിന്ദാപാത്രമായിരുന്നു. മക്കളില്ലാത്ത ഹന്നായിക്ക് പെനിനായുടെ നിന്ദാവാക്കുകൾ അസഹനീയമായിരുന്നു. എന്നാൽ ഹന്ന ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു താനാകുന്ന നിന്ദാപാത്രത്തെ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ യഹോവയുടെ കരങ്ങളാൽ പണിത് അത് മനോഹര പാത്രമായി മാറി. ജോസഫിൻ്റെ ജീവിതത്തിൽ സഹോദരന്മാരാൽ പരിഹസിക്കപ്പെട്ടപ്പോൾ അവൻ പരിഹാസപാത്രമായി. പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ, അടിമയായി വിറ്റപ്പോൾ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവൻ നിന്ദാപാത്രമായി. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവനെ മാനപാത്രമാക്കി ഒരു രാജ്യത്തിൻ്റെ മന്ത്രി പദവിയിലേക്ക് ഉയർത്തി. തീച്ചൂളയുടെ അനുഭവങ്ങളില്ലാതെ ആരും കരുത്തും ബിരുദും പ്രാപിക്കുകയില്ല. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള മാനപാത്രമായി മാറുകയില്ല.
നാം ഏത് പാത്രമായി തീരണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മെ മെനഞ്ഞെടുത്ത ദൈവമാണ്. അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? റോമാലേഖനം 9-ാം അധ്യായം 21-ാമത് വചനം. നാം ഒരു മാനപാത്രമായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായ നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. 2 തീമോഥെയോസ് 2-ാം അധ്യായം 21-ാമത് വചനം. ജീവിതത്തിലെ തീച്ചൂള അനുഭവങ്ങൾ കണ്ട് പതറിപ്പോകണ്ട. ദൈവം ബലവത്തായ ഫലപ്രദമായ മനോഹര പാത്രമായി നമ്മെ പണിയുകയാണ്. പെറുപെറുപ്പ് കൂടാതെ, നിരാശയില്ലാതെ, ദുഃഖമില്ലാതെ കുശവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാം. നാം അഖിലാണ്ട സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ തന്നെ ഇരിക്കുന്നതിനാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. യിരെമ്യാ പ്രവാചകനിൽ കൂടി യഹോവ നമുക്ക് ഉറപ്പു തരുന്നു. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 6-ാമത് വചനം. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com